കടമെഴിയിൽ കലമദള്ളം കുളിക്കടവിൽ സിമ്പെടുത്തം. ബബ്ലീഷേ മോനെ ബബ്ലീഷേ ബബ്ലീഷേ ഒന്നിങ്ങ് വന്നേടാ. ബബ്ലീഷേ ചേട്ടനെ അച്ഛൻ വിളിക്കണത് കേട്ടില്ലേ? എടാ ചോട്ടു, ഞാനേ ഉറങ്ങാതൊന്ന് പറയടാ. എന്തിനാ ചേട്ടാ അച്ഛനോട് വെറുതെ നുണ പറയുന്നത്? ഒന്ന് പറയടാ, എനിക്ക് ഉറക്കം വന്നോണ്ടല്ലേ. പറ. അച്ഛ ചേട്ട ഉറങ്ങുക. ആ നീ അവിടെ ഉണ്ടായിരുന്നോ? എന്നാ നീ ഇങ്ങ് വാ, നമുക്ക് തൊടിയിൽ കുറച്ച് പണിയുണ്ട്. അച്ഛ ചേട്ട ഉറങ്ങുന്നല്ല, ഇവിടെ വെറുതെ ഇരിക്കുക. നീ പിന്നെ അവിടെ ലോഡിങ് പണിയിലാണല്ലോ. നിന്നെ വിളിച്ചാ നീ ഇങ്ങ് വന്നാ മതി. ഇങ്ങോട്ട് വാടാ. റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നു, ചതിച്ചതാണ് അല്ലേ. ചെല്ലടാ, ചെന്ന് കിളച്ച് മറിക്കി. പൂവർ ബോയ്. ചോട്ടു അതാ വരുന്നു. മോനെ പബ്ലിഷേ, അമ്മ എന്നെ വിളിച്ചോ? നിന്നെ കുറച്ചു മുമ്പ് അച്ഛൻ കുറെ വിളിച്ചല്ലോ, എന്താ വിളി കേൾക്കാഞ്ഞേ? അമ്മ വിളിക്കുന്നത് പോലല്ല അച്ഛൻ്റെ വിളി. അമ്മ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളേ തരുള്ളൂ, ലൈക്ക് കറിയുടെ ടേസ്റ്റ് നോക്കാനോ ഉപ്പെടുത്ത് വിതറാനോ അങ്ങനെ എന്തെങ്കിലും. ബട്ട് അച്ഛൻ വിളിക്കുന്നതെല്ലാം ഭാരിച്ച പണി തരാനായിരിക്കും. ആസനം വിയർക്കും. അതുകൊണ്ട് വിളി കേൾക്കാതിരിക്കുന്നതാ ബുദ്ധി. ഓഹോ, 10 തലയാ തനി രാവണൻ. അമ്പട കേമാ സണ്ണിക്കുട്ടി. എന്തിനാ വിളിച്ചേ? കറിയുടെ ടേസ്റ്റ് നോക്കാനാണോ? ചോദിച്ചോളൂ. അച്ഛൻ പറഞ്ഞിട്ടാ വിളിച്ചേ. ആണവക്കച്ച അല്ല വണക്കച്ച. രാവണന്റെ ബുദ്ധി ഇങ്ങനെയാണ്. രാവണനെ ഉണ്ടാക്കിയ പിതാശ്രീയുടെ ബുദ്ധി സമ്മതിക്കണ്ടേ? സമ്മതിച്ചിരിക്കുന്നു. ആ എന്നാ വാ, തൂമ്പ എടുത്ത് തൊടിയിലേക്ക് ഇറങ്ങി, നമുക്ക് 30 വാഴക്കന്ന് നടാം.